ഹലോ മക്കളെ, വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 സ്കീം S7-ലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സബ്ജക്ട് കോഡ് എന്ന് പറയുന്ന MET 401. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2019 സ്കീം എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന 150 ആണ്. അത് 50 എന്ന് പറയുന്ന ഇന്റേണൽ മാർക്കാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, ഇന്റേണൽ മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അതുപോലെ എൻഡ് സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നത് 100 മാർക്കിനാണ്. അങ്ങനെ ടോട്ടൽ 150 മാർക്ക് 3 ഹവേഴ്സ്. ഓക്കെ ആണോ? അപ്പൊ ഇതൊന്ന് മനസ്സിൽ വച്ചേക്കുക. അപ്പൊ ഇതില് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് ഏകദേശം 45+ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രേഡുകൾ, നല്ല CGPകൾ കിട്ടും. മിനിമം ഒരു 35+ മാർക്കെങ്കിലും എന്താ ഒബ്റ്റെയിൻ ചെയ്യുക. ഞാൻ ഒരിക്കലും മിനിമം പറയത്തില്ല, മാക്സിമം 45+ മാർക്ക് തന്നെ എന്ത് ചെയ്യുക, ഇന്റേണൽ എക്സാമിന് മേടിക്കുക. അതാകുമ്പോൾ നമുക്ക് നല്ല CGPA കിട്ടും. അത് നമുക്ക് ഏറ്റവും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഈ 50 മാർക്കില് 45+ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 2 സീരീസ് എക്സാമിനും കൂടെ നല്ല മാർക്ക് മേടിക്കണം. ആ സീരീസ് എക്സാമിന്റെ മാർക്ക് 25 മാർക്സിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു മാർക്ക് തരുന്നത്. അതിന് മിനിമം ഒരു 20 എബോവ് മാർക്കെങ്കിലും നിങ്ങൾ എന്താ മേടിക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തുകൊണ്ട് വരാൻ പറയുന്ന ട്യൂട്ടോറിയൽ, അസൈൻമെന്റ്, അതേപോലെ സെൽഫ് ലേണിംഗ്, ക്ലാസ് വർക്ക് എല്ലാം ഒരു 15 മാർക്കിന് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും അസൈൻമെന്റ്സ് ആണ് വെച്ച് ഈ 15 മാർക്ക് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിലും മാക്സിമം എന്താ 15 മാർക്ക് തന്നെ ഒബ്റ്റെയിൻ ചെയ്യുക. അതാണ് നമ്മൾ എന്താ 15 മാർക്ക്. പിന്നെ ഒരു 10 മാർക്കുള്ള അറ്റൻഡൻസ് ആണ്. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് കയറുക, 90% എബോ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു 10 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു 45+ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണലിന് മേടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്ക് അറ്റൻഡൻസ് ആണ്, 15 മാർക്ക് അസൈൻമെന്റിന്റെ ആണ്, ബാക്കി 25 മാർക്ക് എന്ന് പറഞ്ഞാൽ സീരീസ് എക്സാമിന്റെ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്കാണ്. ഓക്കെ, അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി എൻഡ് സെമസ്റ്റർ എക്സാം എന്ന് പറയുമ്പോൾ 100 മാർക്കിനാണ്. നമുക്കറിയാം അതിൽ പാർട്ട് A ഉണ്ട്, അതുപോലെ പാർട്ട് B ഉണ്ട്. പാർട്ട് എയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് 2 മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻ 3 മാർക്കിനാണുള്ളത്. അങ്ങനെ 30 മാർക്കിനാണുള്ളത്. വളരെ ഇമ്പോർട്ടന്റ്. ഈ പാർട്ട് എ കണ്ടെയ്ൻ 10 ക്വസ്റ്റ്യൻ വിത്ത് 2 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മോഡ്യൂൾ ഹാവിംഗ് 3 മാർക്ക്. അപ്പോൾ 5 മോഡ്യൂൾ ഉണ്ട്. 5 മോഡ്യൂളിൽ ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന്, അങ്ങനെ 10 ക്വസ്റ്റ്യൻ, ടോട്ടൽ 30 മാർക്ക് പാർട്ട് എ എന്നാണ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. ഇനി പാർട്ട് ബി എന്ന് പറയുന്ന ബാക്കി 70 മാർക്കാണ്. ആ 70 മാർക്കിന് നമുക്ക് കൂടുതലും ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിൽ essay ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. ഒരു essay ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. അപ്പൊ പാർട്ട് ബി കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മോഡ്യൂൾ. ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം 2 സബ് ഡിവിഷൻസ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിലെ സബ് ഡിവിഷൻസ് ഒന്നും വലുതായിട്ട് ഈ പറയുന്ന essay ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ആ ഒറ്റ ക്വസ്റ്റ്യൻ എന്താ 14 മാർക്കിനായിരിക്കും ഡിസൈൻ ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ 14 മാർക്കിന്. അപ്പൊ എക്സാക്ട് നമ്മൾ ഒരു ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 14 മാർക്ക് മേടിക്കാം. അങ്ങനെ 14 × 5 മോഡ്യൂൾ ഈസ് ഈക്വൽ ടു 5 മോഡ്യൂൾ 70 മാർക്കിനാണ് നമ്മുടെ പാർട്ട് ബി എന്ന് പറഞ്ഞത്. പാർട്ട് ബി 70 മാർക്ക്, പാർട്ട് എ 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ എത്ര, 100 മാർക്കിനാണ് നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത്. നമ്മൾ ഇനി സിലബസിലോട്ട് വരുന്ന സമയത്ത് മോഡ്യൂൾ 1 നമുക്ക് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്യാനുള്ള ഉള്ളത്. ഈ പറയുന്ന കമ്പോണൻസ് അല്ല, മെഷീൻ കമ്പോണൻസ് അല്ലെ മെഷീൻ എലമെന്റ്സ് എല്ലാം ഡിസൈൻ ചെയ്യണം. ആദ്യം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ഷാഫ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം. അപ്പൊ ഷാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷന് വേണ്ടിയാണ് അല്ലെ. നമുക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാന്നുള്ള ഒരു ഷാഫ്റ്റ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെ. ക്രാങ്ക് ഷാഫ്റ്റ് കാരണം എഞ്ചിനിലെ IC എഞ്ചിനിൽ നമ്മൾ പെട്രോൾ ആയാലും ഡീസൽ ഒഴിച്ച് ഓടുന്ന വണ്ടി അകത്ത് കമ്പഷൻ നടക്കുന്നു. ഈ കമ്പഷൻ കണക്ടിംഗ് റോഡ് വഴി ടോർക്ക് പാസ് ചെയ്ത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷാഫ്റ്റ് ആണ് അല്ലെ. ആ ഒരു ഷാഫ്റ്റിനെയാണ് നമ്മൾ എന്താ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈൻ ചെയ്യുമ്പം ഡിസൈൻ കൺസിഡറേഷൻ, ഇത് എങ്ങനെയൊക്കെ ഫെയിൽ ചെയ്യാം. അപ്പൊ ഫെയിലിയർ ഓഫ് ഷാഫ്റ്റ് നമ്മൾ പഠിക്കും. അതുപോലെ ഈ ഡിസൈൻ ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്, റിജിഡിറ്റി, അതുപോലെ തന്നെ ഷാഫ്റ്റിന്റെ ക്രിട്ടിക്കൽ സ്പീഡ് എന്താണ്, അതുപോലെ തന്നെ ഷാഫ്റ്റ് നമ്മൾ സ്റ്റാറ്റിക് ലോഡിങ്ങും ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ടൈമിന് വിത്ത് റെസ്പെക്ട് ടു ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നു. ആ കണ്ടീഷനിലൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള മോഡ്യൂൾ 1 പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡൈനാമിക് ലോഡിങ്ങിന്റെ അകത്ത് വരുന്നതാണ് റിപ്പീറ്റഡ് ലോഡും അതുപോലെ റിവേഴ്സ്ഡ് ബെൻഡിങ്ങും. അതുപോലെ
ഷാഫ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുന്ന സമയത്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷാഫ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബെൽറ്റ്. അപ്പൊ ബെൽറ്റിന്റെ മെറ്റീരിയല്, ബെൽറ്റിൽ സ്ലിപ്പ് എന്താണ്, ക്രീപ്പ് എന്താണ്, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്താണ്, അതുപോലെ ഫ്ലാറ്റ് ബെൽറ്റില് പവർ എങ്ങനെയാണ്, എന്താ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഫ്ലാറ്റ് ബെൽറ്റ്, ഇതെല്ലാം മൊഡ്യൂൾ 1 പഠിക്കുന്നത്. അപ്പം ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, അതുപോലെ ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്, അതുപോലെ ഡിസൈൻ ഓഫ് കണക്ടിങ് റോഡ് ഇൻ IC എഞ്ചിൻ. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ 3 ഡിസൈൻ ആണുള്ളത്. അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് മോഡ്യൂളിൽ ഷാഫ്റ്റിന്റെ ഡിസൈൻ ചോദിക്കാം, അല്ലെങ്കിൽ കണക്ടിങ് റോഡിന്റെ ഡിസൈൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ബെൽറ്റിന്റെ ഡിസൈൻ ചോദിക്കാം. കൂടുതലും കണ്ടുവരുന്നത് ഷാഫ്റ്റും ഫ്ലാറ്റ് ബെൽറ്റും ആണ്. എന്നാലും ഈ പറയുന്ന കണക്ടിങ് റോഡ് അല്ലെങ്കിൽ IC എഞ്ചിന്റെ കണക്ടിങ് റോഡിന്റെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇത്തിരി ലെങ്തി പ്രോസസ് ആണ്. വലിയൊരു ഡിസൈൻ ആണ്, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ്. ഡിസൈനിലെ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. ഒരുപാട് സ്പീഡിൽ നമ്മൾ ചെയ്താൽ മാത്രമേ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അത്രയും ഡിസൈൻ പ്രൊസീജിയേഴ്സ് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നമ്മൾ ഈ മൊഡ്യൂൾ 2 വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിസൈൻ ചെയ്യാനുള്ള ക്ലച്ച് ആണ്. അവിടെ ഏതൊക്കെ ക്ലച്ച് ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്, അതേപോലെ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്, കോൺ ക്ലച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഡിസൈൻ ചെയ്യാൻ. ഇതെല്ലാം നമുക്ക് എന്താ ഡിസൈനിന്റെ പാർട്ടായിട്ട് ഡിസൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതിലേത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെയാണ് ബ്രേക്ക് ഡിസൈൻ ചെയ്യാണ്ട്, ബാൻഡ് ബ്രേക്ക് ഉണ്ട്, ബ്ലോക്ക് ബ്രേക്ക് ഉണ്ട്, സിമ്പിൾ ആൻഡ് ഡിഫറൻഷ്യൽ ബാൻഡ് ബ്രേക്ക് ഉണ്ട്, ഇന്റേണൽ എക്സ്പാൻഡിങ് ഷൂ ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്താ ബ്രേക്സ് യൂസ് ചെയ്യുന്നത്. ആ ബ്രേക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, കാലങ്ങൾ മാറുന്നതനുസരിച്ച് എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക് വരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബ്രേക്ക് ആണ് എന്താ ഡിസ്ക് ബ്രേക്ക് ഒക്കെ അല്ലെ. അപ്പൊ ഓരോ ടൈപ്പ്, അപ്പൊ ഈ പറയുന്ന പോലെ ബ്രേക്സ് നമുക്ക് ഇതിന്റെ അകത്ത് എന്താ ഡിസൈൻ ചെയ്യാനുണ്ട്. അതാണ് മൊഡ്യൂൾ 2 വരുന്നത്. അപ്പം മൊഡ്യൂൾ 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലച്ചും ബ്രേക്കും ആണ് മൊഡ്യൂൾ 2 നമ്മൾ എന്താ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെയറിംഗ്സ് ആണ്. അപ്പൊ ബെയറിംഗ്സ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്താ ബെയറിംഗ്സ് യൂസ് ചെയ്യുന്നത്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഹോൾഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബെയറിംഗ്സ് യൂസ് ചെയ്യുന്നത്. അത് 2 ടൈപ്പ് ബെയറിംഗ്സ് ആണുള്ളത്. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ് ഉണ്ട്, അതുപോലെ ബോൾ ആൻഡ് റോളർ ബെയറിംഗ് ഉണ്ട്. അപ്പൊ ഈ ബെയറിംഗ്സിനെ പറ്റി നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കണം. അപ്പം ഈ പറയുന്ന പോലെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ലൂബ്രിക്കൻസ് ഉള്ളത്. അതേപോലെ ഹൈഡ്രോഡൈനാമിക് തിയറി എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അകത്തുള്ള ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആണ് ZN/P, ദാറ്റ് ഈസ് സോമർഫീൽഡ് നമ്പർ. അതുപോലെ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ബെയറിംഗിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, അതിൽ ഹീറ്റ് ഡിസിപ്പേറ്റഡ് ഇൻ ബെയറിംഗ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചാണ് എന്താ നമ്മള് ഡിസൈൻ സേഫ് ആണോ അല്ലേന്ന് മനസ്സിലാക്കുന്നത്. അത് പ്രൊസീജിയർ ഫോർ ജേണൽ ബെയറിംഗ്. നമ്മളെ ജേണൽ ബെയറിംഗ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഉറപ്പായിട്ടും ജേണൽ ബെയറിംഗ് കാണും. അപ്പൊ സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ് ആയിട്ടുള്ള ജേണൽ ബെയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണും. അതിന് ഓവറായിട്ട് ചോദിക്കുന്നതാണ് ബോൾ ആൻഡ് റോളർ ബെയറിംഗ്. അപ്പൊ ഇവിടെ നമ്മൾ ബെയറിംഗ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ബെയറിംഗ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രൊസീജിയർ ഫോർ ബോൾ ആൻഡ് റോളർ ബെയറിംഗ്. അപ്പൊ ഒന്നുകിൽ ബോൾ ആൻഡ് റോളർ ബെയറിംഗിന്റെ ഡിസൈൻ വൃത്തിയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്, ജേണൽ ബെയറിംഗിന്റെ ഒരു ഡിസൈൻ ആണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ എല്ലാ ഡിസൈനും എന്ത് ചെയ്യും, പഠിപ്പിക്കും. ഇനി അടുത്ത മൊഡ്യൂൾ 4 ഉം 5 വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഗിയർ ആണ്. ഗിയറിന്റെ ഡിസൈൻ ആണ് മൊഡ്യൂൾ 4 ഉം 5 വരുന്നത്. അത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയർ ഉണ്ട് അല്ലെ. സ്പാർക്ക് ഗിയർ ഉണ്ട്, ഹെലിക്കൽ ഗിയർ ഉണ്ട്, വോം ഗിയർ ഉണ്ട്, ബിവൽ ഗിയർ ഉണ്ട്. അപ്പൊ ഈ കംപ്ലീറ്റ് ഗിയേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഗിയറിന്റെ മെറ്റീരിയൽ, ഗിയറിന്റെ ടെർമിനോളജീസ്, അതുപോലെ തന്നെ എന്താണ് ഇന്റർഫറൻസ്, അണ്ടർ കട്ടിങ്, ഗിയർ ടൂത്ത് എപ്പോഴാണ് ഫെയിൽ ആവുന്നത്, അതുപോലെ ഡൈനാമിക് ലോഡ് കാൽക്കുലേഷൻ, എൻഡ്യൂറൻസ് സ്ട്രെങ്ത്, ഇതെല്ലാം ഒറ്റ ഗിയറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഡിസൈൻ ചെയ്യും. ഈ എല്ലാ കാര്യം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ പ്രൊസീജിയർ ഓഫ് സ്പർ ഗിയറിൽ ഈ പറയുന്ന എല്ലാ കാര്യം എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ സ്പർ ഗിയർ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാ കാര്യങ്ങളും അതിന്റെ അത് എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇനി രണ്ടാമത് ഓവറായിട്ട് മൊഡ്യൂൾ 4 ചോദിക്കാം ഹെലിക്കൽ ഗിയർ. ഷാഫ്റ്റിന്റെ ആക്സിസും ടീത്തിന്റെ ആക്സിസും പാരലൽ ആയിരിക്കുന്ന സമയത്ത് ആ ഗിയറിനെ വിളിക്കാൻ നമുക്ക് ഹെലിക്കൽ ഗിയർ. ഷാഫ്റ്റിന്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ടീത്ത് കട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ എന്താ, ഹെലിക്കൽ ഗിയർ എന്ന് വിളിക്കാം. അതേപോലെ ഹെലിക്കൽ ഗിയറിനെയും ഡിസൈൻ ചെയ്യണം അല്ലെ. ഹെലിക്കൽ ഗിയറിനെയും ഡിസൈൻ ചെയ്യണം. അപ്പൊ ആ ഡിസൈൻ പ്രൊസീജിയർ ഓഫ് ഹെലിക്കൽ ഗിയറും മൊഡ്യൂൾ 4 പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 5 വരുന്ന സമയത്ത് നമ്മളൊക്കെ അവിടെ പഠിക്കാനുള്ള ബിവൽ ഗിയേഴ്സ് ആണ്. അപ്പൊ ബിവൽ ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ
ഷാഫ്റ്റ് തമ്മിൽ 90 ഡിഗ്രി ആവുന്ന സമയത്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഷാഫ്റ്റ് തമ്മിൽ 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് ആവുന്ന സമയത്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ബിവൽ ഗിയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ എന്താണ് പിച്ച് ആംഗിൾ, അതുപോലെ എന്താണ് കോൺ ആംഗിൾ, സ്ട്രെങ്ത് ഓഫ് ബിവൽ ഗിയർ. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഡിസൈൻ പ്രൊസീജിയർ ഓഫ് ബിവൽ ഗിയർ. അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പോകുന്ന. അതിന്റെ ഓവറായിട്ട് ചോദിക്കുന്നത് ഡിസൈൻ പ്രൊസീജിയർ ഓഫ് വോം ഗിയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വോം ഗിയറിന്റെ ടെർമിനോളജീസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ അത് കവർ ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. അപ്പൊ വോം ഗിയർ എന്ന് പറഞ്ഞാൽ നൈദർ പാരലൽ നോർ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഷാഫ്റ്റിനെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വോം ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും കൂടുതൽ സ്പീഡ് റിഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് എന്ന് പറയുന്ന വോം ഗിയേഴ്സ് ആണ്. ഇനി അടുത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഗിയേഴ്സ്, ഈ ഷാഫ്റ്റ്, ബെയറിങ്സ് ഇതൊക്കെ പഠിക്കുന്ന എന്തിനാണ്? അതാണ് അവിടെയാണ് നമ്മൾ എന്താ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. നമുക്ക് ഓരോ മോഡ്യൂൾസിനും ആ മോഡ്യൂൾസ് പഠിക്കുന്നത് കൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കാം. നമ്മൾ ഷാഫ്റ്റ് വഴിയാണ് എന്താ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ്, ടർബൈന്റെ ഷാഫ്റ്റ് അല്ലെ, വാട്ടർ പവർ ആയാലും ഈ പറയുന്ന പോലെ ഏത് സ്റ്റീം ആയാലും അവിടെ എല്ലാം എന്തുണ്ട്, ഷാഫ്റ്റ് ഉണ്ട്. നമ്മളെ ഗിയർ ബോക്സിന് ഷാഫ്റ്റ് ഉണ്ട് അല്ലെ, ക്ലച്ചിന് ഷാഫ്റ്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഷാഫ്റ്റ് നമ്മൾ ഓട്ടോമൊബൈലിൽ കാണും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സെയിം രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഫ്ലാറ്റ് ബെൽറ്റ്, ലോങ് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഷാഫ്റ്റ് തമ്മിൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലാറ്റ് ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നത്. കൺവേയേഴ്സ്, അതുപോലെ മിൽസ്, നമ്മൾ അരി ആട്ടുന്ന മില്ലിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു മോട്ടോർ കറങ്ങുന്ന ഷാഫ്റ്റിൽ നിന്ന് ആ മില്ലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലാറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിസ്റ്റണിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡ് വഴിയാണ്, അല്ലെങ്കിൽ റോട്ടറി മോഷനെ റെസിപ്രോക്കറ്റിംഗ് മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡാണ്. ആ കണക്റ്റിംഗ് റോഡ് IC എഞ്ചിനിലും അതുപോലെ കംപ്രസറിലും കണക്റ്റിംഗ് റോഡ് ഉണ്ട്. അതിന്റെ ഡിസൈൻ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നത് എഞ്ചിനിലും കംപ്രസറിലുമാണ്, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അതുപോലെ ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എഞ്ചിനിലെ പവർ വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി എൻഗേജിങ്ങും ഡിസെൻഗേജിങ്ങിനും. പവർ ആവശ്യമുള്ളപ്പം വീൽസിലേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഗിയർ ബോക്സിലേക്ക് കൊടുക്കാനും, പവർ ആവശ്യമില്ലാത്തപ്പം എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് ഡിസെൻഗേജ് ചെയ്യാനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലച്ച് യൂസ് ചെയ്യുന്നത്. വളരെ എൻഗേജും ഡിസെൻഗേജ് ചെയ്യാനും. അത് എല്ലാ മെഷീനിലും നമ്മൾ എന്താ ക്ലച്ച് യൂസ് ചെയ്യാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബ്രേക്ക്, നമ്മളെ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അത് ഓട്ടോമൊബൈൽസ്, ക്രെയിൻസ്, എലിവേറ്റേഴ്സിലെല്ലാം നമ്മൾ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രിക്ഷന്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്നവരാണ് എന്താ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി ബെയറിങ്സ്, ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബെയറിങ്സ് ഉള്ളത്. അത് ഹെവി ലോഡഡ്, അതുപോലെ ഹൈ സ്പീഡ് ഷാഫ്റ്റിന് നമ്മൾ ബെയറിങ്സ് യൂസ് ചെയ്യാറുണ്ട്, ജേണൽ ബെയറിംഗ്. അതുപോലെ ഫ്രിക്ഷൻ വളരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോൾ ആൻഡ് റോളർ ബെയറിംഗ് എന്ന് പറയുന്നത്. അതായത് ആന്റി ഫ്രിക്ഷണൽ ബെയറിംഗ് എന്ന് പറയും. ഇനി മൊഡ്യൂൾ 4 കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്ന സ്പർ ഗിയേഴ്സ് ആണ്. സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും. സ്പർ ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്ന പാരലൽ ഷാഫ്റ്റ് ഗിയർ ബോക്സിലൊക്കെയാണ്. ഹെലിക്കൽ ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്ന സൈലന്റ് ഓപ്പറേഷനും അതുപോലെ ഹൈ സ്പീഡ് ട്രാൻസ്മിഷനും വേണ്ടിയാണ് ഹെലിക്കൽ ഗിയർ യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ, ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് തമ്മിലുള്ള പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ഷൻ, മോഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യും. ഡിഫറൻഷ്യലിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബിവൽ ഗിയേഴ്സ്. വേം ഗിയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ്, ഹൈ സ്പീഡ് റിഡക്ഷനും അതുപോലെ സെൽഫ് ലോക്കിംഗ്, ലിഫ്റ്റ്, കൺവേഴ്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വേം ഗിയേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിൽ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് എന്ന സബ്ജക്ട്. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.